ആദ്യം നമ്മൾ തൃശ്ശൂർ മണ്ഡലത്തിലേക്കാണ് പോകുന്നത്. തൃശ്ശൂർ മണ്ഡലത്തിൽ ഇത്തവണ താമര വിരിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നോക്കൂ സുജയ, തൃശ്ശൂരിൽ 2014 മുതൽ ഇങ്ങോട്ടുള്ള വോട്ട് ഷിഫ്റ്റ് നമുക്ക് ഡാറ്റാ ബോർഡിലൂടെ പ്രേക്ഷകരിലേക്ക് ഇത് ലഭ്യമാക്കാം. അതിനു മുമ്പ് തൃശ്ശൂരിൽ വലിയ രീതിയിലുള്ളൊരു പ്രചരണം നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു മണ്ഡലത്തിലും കാണാത്ത വിധത്തിലുള്ള വ്യത്യസ്തമായ പ്രചരണം നമ്മൾ കണ്ടു. അത് പല രീതിയിൽ വിവാദങ്ങൾക്കും ഇടയാക്കി. കാൻഡിഡേറ്റ് ലോഞ്ച് ഈ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അനൌദ്യോഗികമായി ഉണ്ടായത് തേക്കിൻകാട് മൈതാനിയിൽ സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ കരുവന്നൂരിലെ പദയാത്ര മുതൽ ഇങ്ങോട്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് തുടങ്ങുന്ന പ്രചരണം ആ അർത്ഥത്തിൽ സുരേഷ് ഗോപിയെ തുണച്ചു എന്ന് വേണമോ കരുതാൻ? തീർച്ചയായും. മാത്രമല്ല, നമുക്കിപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഫിഗർ ABP ന്യൂസ്, ടൈംസ് നൗ, ആക്സസ് മൈ ഇന്ത്യ, TV9 തുടങ്ങിയ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും പറയുന്ന ആദ്യത്തെ ഒരു സീറ്റ്, അത് ഞാൻ വിചാരിക്കുന്നു അത് തൃശ്ശൂരാണ്, അത് സുരേഷ് ഗോപിയാണ്. ഫസ്റ്റ് ചാൻസ്, ഈ 3 സീറ്റുകൾ വരെ പോകാമെന്ന് പറയുമ്പോഴും കേരളത്തിൽ നിന്നുള്ള ഫസ്റ്റ് സീറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പണിംഗ്, അതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്, ചാൻസസ് ഓഫ് വിന്നിംഗ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് തൃശ്ശൂരിൽ തന്നെയാണ്, സുരേഷ് ഗോപിക്കാണ്. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടതാണ് തൃശ്ശൂരിൽ ഈ ശക്തരായ 3 പേർ മത്സരിക്കുന്ന ഒരു ത്രികോണ മത്സരത്തിലേക്ക് ക്ലിയർ ആയിട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണയാണ് 2024 ശരിക്കുമുള്ള ഒരു ട്രയാങ്കുലർ ഫൈറ്റിലേക്ക് വരുന്നത്. അത് VS സുനിൽകുമാറിന്റെ കൂടി എൻട്രിയോട് കൂടിയാണ്. TN പ്രതാപൻ, VS സുനിൽകുമാർ, സുരേഷ് ഗോപി എന്നതിൽ നിന്ന് കോൺഗ്രസ് ആണ് ആ ചിത്രം മാറ്റുന്നത്. കോൺഗ്രസ് ആ ചിത്രം മാറ്റിയിട്ട് എന്താണ് ചെയ്യുന്നത്? കോൺഗ്രസ് അതിൽ K മുരളീധരനെ വടകരയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഒരു സോഫ്റ്റ് ലോഞ്ച് നടത്തുന്നു. പക്ഷേ അവിടെ 1 ഇയർ ബിഫോർ ലോഞ്ചായി കൃത്യമായി പ്ലാൻഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന സുരേഷ് ഗോപി അവിടെയുണ്ട്. സുരേഷ് ഗോപിയും VS സുനിൽകുമാറും എന്ന രീതിയിലേക്ക് അവസാനം വരുമോ, അതോ K മുരളീധരനും സുരേഷ് ഗോപിയും എന്ന നിലയിലേക്ക് അവസാനം വരുമോ എന്ന് മറ്റു മുന്നണികൾ, അതായത് NDA അല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ തന്നെ പറയുന്നത് എന്താണ്? മറുഭാഗത്തുള്ള എതിരാളി സുരേഷ് ഗോപിയാണ് എന്നതിലേക്ക് ചിത്രം മാറുന്നതാണ് നമ്മൾ ക്യാമ്പയിന്റെ ലാസ്റ്റ് വീക്കിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇറങ്ങിയ സുരേഷ് ഗോപിക്ക് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. സോ 2014 2019 വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴും ഇപ്പോഴത്തെ ചാൻസ് എന്ന് പറയുന്നത് അത് സുരേഷ് ഗോപിക്ക് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, ജയിച്ചാൽ കേന്ദ്രമന്ത്രി, അത് തൃശ്ശൂരിൽ വളരെ നന്നായിട്ട് തന്നെ അത് പ്രൊജക്ട് ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല, സാധാരണക്കാരായ ആളുകൾക്കിടയിലേക്ക് തീരദേശ മേഖലയിലേക്ക്, TN പ്രതാപൻ ഇല്ലാത്ത തെരഞ്ഞെടുപ്പാണ്, തീരദേശ മേഖലയിൽ അടക്കം കിട്ടാൻ പോകുന്നത് കേന്ദ്രമന്ത്രിയാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ള ഒരു പോൾ പ്രോമിസ് ആണ് കൊടുത്തത്. അത് കൃത്യമായി വോട്ടായി മാറിയിട്ടുണ്ട്. മാത്രമല്ല, പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട വോട്ടുകൾ തൃശ്ശൂരിൽ ഒരു പ്രധാന ഘടകമായി 1.46 ലക്ഷം പുതിയ വോട്ടർമാരാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ ഈ കുറി ഉള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. വോട്ട് വിഹിതം വെച്ച് നോക്കിക്കഴിഞ്ഞാലും കൃത്യമായി അത് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടുണ്ട്. 11.15% 2014 2019 ആകുമ്പോഴേക്കും അത് 28.19% മാറുകയാണ്. അപ്പോൾ 2014 2019 2024 ഈ 3 തെരഞ്ഞെടുപ്പുകളിലും അവിടെ നേട്ടമുണ്ടായിക്കൊണ്ടിരിക്കുന്നത് NDAക്കാണ്. ഇത്തവണ ആ നേട്ടം അത് ഒരു സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുമോ എന്നുള്ളതാണ് അറിയാൻ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. 2014 ഭൂരിപക്ഷം 38,227 2019 ആകുമ്പോൾ ആ ഭൂരിപക്ഷം 93,633 ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കുറി നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ് എന്നുള്ളത് ക്യാമ്പയിൻ വേളയിൽ പോളിംഗ് ഡേയിൽ അടക്കം നമ്മൾ വിലയിരുത്തിയതാണ്. എന്തായാലും ഡോക്ടർ അരുൺ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു 72.9% ആണ് ഇത്തവണത്തെ പോളിംഗ് പെർസെൻറ്റേജ്. അതിൽ കൃത്യമായി സുരേഷ് ഗോപിക്കുള്ള വോട്ടുകൾ വീണിട്ടുണ്ട്. ഈ പുതിയ 1.46 ലക്ഷം വോട്ടർമാർ, സ്ത്രീ വോട്ടർമാർ പ്ലസ് ന്യൂ വോട്ടേഴ്സ്, അതാണ് ഇത്തവണ സുരേഷ് ഗോപി അവിടെ വിജയിപ്പിക്കാൻ പോകുന്നത്. വീണ്ടും 6% മാജിക് ആറ്റിങ്ങലിൽ കണ്ടതുപോലെ, തിരുവനന്തപുരത്ത് കണ്ടതുപോലെ തൃശ്ശൂരിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് കണക്കുകൾ. നമ്മുടെ ഡാറ്റാ ബോർഡിലേക്ക് എത്തുകയാണെങ്കിൽ 2014 11.15% BJPയുടെ വോട്ട് വിഹിതം തൃശ്ശൂരിൽ. ആ 11.15% നിന്ന് 28% വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നുണ്ട് സുരേഷ് ഗോപി. അതായത് 17% വർധനമാണ്, 17%. ചെറിയ കണക്കല്ല. 2014 11.15% നിന്ന് 28% 17% വർധനവ് രേഖപ്പെടുത്തുന്നു. അതേസമയം നോട്ട് ദ പോയിന്റ്, ഡാറ്റാ ബോർഡ് നമ്മളോട് പറയുന്നത് 2014 LDFന്റെ വോട്ട് വിഹിതമായ, ജയദേവന്റെ വോട്ട് വിഹിതമായ 42.27% നിന്ന് 30% വോട്ട് ഡിപ്പ് ചെയ്യുന്നത് കാണാം. ഒരു ഭാഗത്ത് NDയുടെ വോട്ട് 17% വർദ്ധിക്കുമ്പോൾ മറുഭാഗത്ത് 12% കുറവ് LDFിൽ നിന്ന് സംഭവിക്കുന്നു. LDFിൽ നിന്ന് ഇറങ്ങി വരുന്ന വോട്ടുകളും തൃശ്ശൂരിൽ NDAക്ക് കിട്ടിയെന്ന് വേണം അനുമാനിക്കാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ 39.83% UDFന്റെ TN പ്രതാപന്റെ വോട്ട് പെർസെൻറ്റേജ്. NDയുടെ വോട്ട് പെർസെൻറ്റേജ് 28.19% ഈ NDAക്ക്
നിലവിൽ UDF മറികടക്കാനുള്ള ഈ 11% വോട്ട് പെർസെൻറ്റേജിൻ്റെ പകുതി, അതായത് 5.5% വോട്ട് UDF ക്യാമ്പിൽ നിന്ന് NDA സ്വന്തമാക്കുന്ന പക്ഷം, അതായത് 5.5% UDF നഷ്ടപ്പെട്ടാൽ അത് 34% മാറുകയും 28.19% നിന്ന് 34% NDAയുടെ വോട്ട് വിഹിതം ഉയരുകയും ചെയ്താൽ ഡെഫിനറ്റ്ലി NDAക്ക് അവിടെ ഒരു എഡ്ജുണ്ട്. കണക്കൊരു 5-5.5% വ്യത്യാസം മാത്രമേ തൃശ്ശൂരിൽ വേണ്ടതുള്ളൂ. 6% എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും UDF TN പ്രതാപിനോടൊപ്പം ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ മാറുമോ എന്നതാണ്. ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം തൃശ്ശൂരിൽ മാത്രമുണ്ടാവുന്ന വ്യത്യാസം ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 12% വോട്ട് വിഹിതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കൊപ്പം ജെയ്സൺ കൂടി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും. തൃശ്ശൂരിൻ്റെ കണക്കുകൾ നമ്മളോട് ജെയ്സൺ കൂടി പറയും. ജെയ്സൺ, ഈ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേയുടെ കണക്ക് പ്രകാരം തൃശ്ശൂർ, തിരുവനന്തപുരം ആറ്റിങ്ങലാണ് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത്. നമ്മൾ ഡാറ്റാ ബോർഡിൽ കണക്കുകൾ വിശകലനം ചെയ്താൽ ഒരു 6% വർധനവ് സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയും 5% UDF നിന്ന് വോട്ട് ഇറങ്ങുകയും ചെയ്താൽ സ്വാഭാവികമായും അത് NDAക്ക് ഗുണകരമായി തീരും. അതേസമയം LDF 30% നിന്ന് 39% വോട്ട് 36% വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം സുനിൽ കുമാറിന് 5% വോട്ട് കിട്ടുമോ, അതല്ല TN പ്രതാപിന്റെ വോട്ട് 5% കുറഞ്ഞാൽ അത് NDA സ്വന്തമാക്കുമോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ വോട്ട് ഷിഫ്റ്റ് എങ്ങനെയാണെന്നാണ് നമുക്ക് ഗ്രൗണ്ട് സീറോയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ജെയ്സൺ. അരുൺകുമാർ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 3-4 യാഥാർത്ഥ്യങ്ങൾ ഇവിടെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടം പിന്നിടുമ്പോഴും UDFും LDFിന്റെയും നേതാക്കൾ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന സുരേഷ് ഗോപിക്കുണ്ടായ അനുകൂലമായ സാഹചര്യം ഇപ്പോഴില്ല എന്ന് അവസാന ഘട്ടത്തിലും LDFിന്റെയും UDFിന്റെയും നേതാക്കൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് തെറ്റാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ഘട്ടങ്ങളിലൂടെയും നാം കടന്നുപോയപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം അതാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ അനുകൂലമായ ഒരു സാഹചര്യം സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ വിലയിരുത്തൽ. രണ്ടാമത്തേത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ 1,46,000 വോട്ടുകൾ കൂടിയിട്ടുണ്ട് എന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. ഈ വോട്ടിൽ 70,000-ഓളം വോട്ടുകൾ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഓരോ ഘട്ടങ്ങളായി BJP ചേർത്തിട്ടുണ്ട് എന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം. അതിൽ നാം ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സമീപ പ്രദേശങ്ങളിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും വലിയ തോതിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് BJP പ്രവർത്തകരുടെ വോട്ട് മാറ്റിയിട്ടുണ്ട് എന്നത് അവസാന നിമിഷത്തിൽ ഇടതുപക്ഷവും അതുപോലെ തന്നെ UDFും ഒരുപോലെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണം മാത്രമല്ല, അത് സത്യം തന്നെയായിരുന്നു. തൃശ്ശൂരിലും ഇരിഞ്ഞാലക്കുടയൊക്കെ കേന്ദ്രീകരിച്ച്, ഫ്ളാറ്റുകളും മറ്റും കേന്ദ്രീകരിച്ച് വലിയ തോതിൽ സമീപ ജില്ലകൾ ആലത്തൂരും അതുപോലെ തന്നെ പാലക്കാടും അതുപോലെ തന്നെ ചാലക്കുടി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലുള്ള വോട്ടർമാരെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനടുത്തേക്ക് എത്തുന്ന മറ്റൊരു വിഷയം എന്ന് പറയാം. ജെയ്സൺ, ഞാൻ വരാം. നമുക്ക് ഡാറ്റാ ബോർഡിൽ എന്താണ് തൃശ്ശൂർ മണ്ഡലത്തിൽ സ്വാധീനിക്കാൻ ശേഷിയുള്ള 5 പ്രധാനപ്പെട്ട വിഷയങ്ങളെന്ന് നമ്മൾ സെലക്ട് ചെയ്താൽ നമ്മുടെ മുന്നിൽ തെളിയുന്നത് ഈ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആന്റോ MV നികേഷ് കുമാർ, സ്മൃതി, ഉണ്ണി ബാലകൃഷ്ണൻ, ഈ 5 പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് തൃശ്ശൂരിൽ. ഒന്ന്, സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവം എന്നുള്ളത് തൃശ്ശൂർ മണ്ഡലത്തിൽ എങ്ങനെയാണ് ഇക്കുറി തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുക. ഒരു ഭാഗത്തുള്ളത് സുനിൽകുമാർ, മറുഭാഗത്തുള്ളത് K മുരളീധരൻ, മറുഭാഗത്തുള്ളത് സുരേഷ് ഗോപി. 3 പേരും ഒന്നിനൊന്ന് മികച്ചവരാണ്. ഈ 3 കാൻഡിഡേറ്റിൽ നിന്ന് ആരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം വോട്ടർമാർക്കുണ്ടാവില്ലേ? ഇവിടെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഒരു സംശയം ഉണ്ടാവുന്നത്. സുനിൽകുമാർ തൃശ്ശൂർ മണ്ഡലത്തിൽ ഏറ്റവും ജനകീയനായ നേതാവാണ്. K മുരളീധരൻ തൃശ്ശൂരിനെ അടുത്തറിയാവുന്ന കോൺഗ്രസ് നേതാവാണ്. കോൺഗ്രസ് അണികളിൽ വികാരമുണ്ടാക്കുകയും മാത്രമല്ല വടകരയിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ ഒരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടാക്കുമെന്നും ഒരു തരംഗമുണ്ടാക്കുമെന്നും കരുതിയിരുന്നു. പക്ഷേ അത്ര വലിയ തരംഗം പ്രകടമായില്ലെങ്കിൽ കൂടി കോൺഗ്രസ് അണികളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസിന്റെ K മുരളീധരന്റെ വരവ്. സുനിൽകുമാറിനെ സംബന്ധിച്ച് സുനിൽകുമാറിന് CPMലും CPയിലും ഒരേപോലെ സ്വാധീനവും അവരുടെ അണികളിൽ പ്രിയപ്പെട്ട നേതാവുമാണ്. സുനിൽകുമാറിന്റെ വ്യക്തിപ്രഭാവം തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രമല്ല 4 നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടിയുണ്ട്. ഇനിയുള്ളത് സുരേഷ് ഗോപിയാണ്. അപ്പോൾ ഈ 3 സ്ഥാനാർത്ഥികളുടെയും വ്യക്തിപ്രഭാവത്തിന്മേലുള്ള തിരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ വോട്ടർമാർക്ക് ഒരു ടഫ് ചോയ്സ് തന്നെ ആയിരുന്നില്ലേ ഉണ്ണി ബാലകൃഷ്ണൻ? നിശ്ചയമായും. ഇവിടെ ഒരു കാര്യം ഒന്ന് നോക്കാം അരുൺ. ഇപ്പോൾ 11 ലക്ഷം വോട്ടുകളാണ്
തൃശ്ശൂർ മണ്ഡലത്തിൽ പോൾ ചെയ്തിരിക്കുന്നത് 11 ലക്ഷം വോട്ടുകൾ. ആ 11 ലക്ഷം വോട്ടുകളിൽ 2.5 ലക്ഷം വോട്ടെന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ടാണ്. അവിടെയാണ് ഇപ്പോൾ ഒരു ഷിഫ്റ്റ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഒരു കണക്ക് പറയാം. 11 ലക്ഷത്തിൽ 4 ലക്ഷം വോട്ട് ലഭിക്കാതെ സുരേഷ് ഗോപിക്ക് ജയിക്കാനാകില്ലല്ലോ. 4 ലക്ഷം വോട്ട് 11 ലക്ഷത്തിൽ കിട്ടിയാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് വിജയിച്ചു വരാൻ കഴിയുള്ളൂ. 2 ലക്ഷം വോട്ടെന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ വോട്ടാണ്. ആ വോട്ടിൽ ഒരു വോട്ട് പോലും സുരേഷ് ഗോപിക്ക് ലഭിക്കില്ല. അപ്പോൾ ഈ 11 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം കുറച്ചാൽ പിന്നെ 9 ലക്ഷമാണ്. ഈ 9 ലക്ഷത്തിൽ നിന്ന് വീണ്ടും 4 ലക്ഷം വോട്ട് സമാഹരിക്കണം. 4 ലക്ഷം വോട്ട് സമാഹരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ടാസ്ക് അല്ല. ഞാൻ ഒരു കണക്കൂടി പറയാം ഇക്കാര്യത്തിനകത്ത്. നോക്കൂ, 2.5 ലക്ഷത്തിൽ 1 ലക്ഷം വോട്ട്, ക്രിസ്ത്യൻ വോട്ടിലെ 1 ലക്ഷം വോട്ട് സുരേഷ് ഗോപിക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചാലും ബാക്കി പിന്നെ വരുന്നത് 6.5 ലക്ഷം വോട്ടാണ്. ഈ 6.5 ലക്ഷം വോട്ടിലെ ഏകപക്ഷീയമായി 3 ലക്ഷം വോട്ട് പിന്നെ സുരേഷ് ഗോപി സമാഹരിച്ചാൽ മാത്രമേ അവിടെ വിജയിക്കാൻ കഴിയുള്ളൂ. ഈ 6.5 ലക്ഷം വോട്ടിൽ നിന്ന് ഹിന്ദു വോട്ടാണ് പറയുന്നത്. അതിൽ നിന്ന് ഏകപക്ഷീയമായി പിന്നെ സുരേഷ് ഗോപി സമാഹരിക്കേണ്ടത് 3 ലക്ഷം വോട്ടാണ്. കെ മുരളീധരൻ ഒരു ചെറിയ കാൻഡിഡേറ്റ് അല്ല. സുനിൽകുമാർ ഒരു ചെറിയ കാൻഡിഡേറ്റ് അല്ല. താങ്കൾ ചോദിച്ചതുപോലെ ഈ പറയുന്ന 6.5 ലക്ഷം വരുന്ന ഹിന്ദു വോട്ടിൽ നിന്ന് 3 ലക്ഷം അല്ലെങ്കിൽ 3.25 ലക്ഷം വോട്ട് സമാഹരിക്കാൻ പാകത്തിൽ ചെറിയ സ്ഥാനാർത്ഥികളല്ല അപ്പുറത്ത് നിൽക്കുന്നത്. മുരളി വളരെ ഇമേജുള്ള സ്ഥാനാർത്ഥിയാണ്. സുനിൽ വളരെ ഇമേജുള്ള സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് പ്രത്യേകമായ അവിടുത്തെ ഒരു സാമുദായിക കോമ്പിനേഷൻ നോക്കുമ്പോൾ വലിയ രീതിയിൽ എൻ ബ്ലോക്കായിട്ട് ഹിന്ദുക്കൾ സുരേഷ് ഗോപിയുടെ പിന്നിൽ അണിനിരന്നാൽ മാത്രമേ അവിടെ ഈ പറയുന്നൊരു വിജയം കിട്ടാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ 29% എന്ന് പറയുന്നത് 1-2% വേണമെങ്കിൽ സുരേഷ് ഗോപി ഉയർത്താം. 30%-ലോ 31%-ലോ സുരേഷ് ഗോപി ഫിനിഷ് ചെയ്യാം. അല്ലല്ല, ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിക്ക് കിട്ടിയത് 2,93,822 വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിക്ക് കിട്ടിയത്. അദ്ദേഹത്തിന് ജയിക്കണമെങ്കിൽ ഇനി 1,22,000 വോട്ടും കൂടിയാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിനേക്കാളും കുറവായി. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് ഒട്ടും കുറയാതെ തന്നെ 1,22,000 വോട്ട് സുരേഷ് ഗോപിക്ക് കൂടുതൽ കിട്ടണം. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം കോസ്റ്റൽ ബെൽറ്റിൽ കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നത് TN പ്രതാപനായിരുന്നു. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ 4,15,000 വോട്ട് കിട്ടിയത് TN പ്രതാപനായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ആ കോസ്റ്റൽ ബെൽറ്റ് 100% പിന്നെ ആരെ കൂടെ നിൽക്കാൻ സാധ്യതയില്ല, മുരളീധരന്റെ കൂടെ നിൽക്കാൻ സാധ്യതയില്ല. അങ്ങനെ മുരളീധരന്റെ കൂടെ നിൽക്കാൻ സാധ്യത ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അത്രയും വോട്ട് സുരേഷ് ഗോപിക്കേ വരുള്ളൂ. ഒരു കാരണവശാലും സുനിൽകുമാറിന് പോകാൻ സാധ്യതയില്ല. അങ്ങനെ വന്നാൽ അതിന്റെ അകത്ത് ഞാൻ പ്രതീക്ഷ അങ്ങനെ ഒരു അസംപ്ഷൻ എങ്ങനെ എത്തും? ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അല്ലല്ല, ഞാൻ പറയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ ഹിന്ദു ബെൽറ്റുള്ള മണ്ഡലമാണ്, ഏരിയ ആണത്. അവിടുന്ന് 90% അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാകുകയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് സുനിൽകുമാറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ കാര്യം ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം പിന്നെ അതിൻ്റെ അകത്ത് ഒരു 30,000-35,000 വോട്ടിന്റെ ഡിഫറൻസ് വന്നാൽ എന്താണ് ഈ പറഞ്ഞ 1,90,000-ലേക്ക് കുറഞ്ഞു. പിന്നെ എന്താണ് സംഭവിക്കേണ്ടത്? പിന്നെ ക്രിസ്ത്യൻ വോട്ട് എന്ന് പറയുന്നത് 2,50,000 ആണ്. 2,50,000 നമ്മൾ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അല്ലല്ല, ഞാൻ പറയുന്നത് 2 ലക്ഷം വോട്ടിന്റെ അകത്ത് ഒരു 25%, 30% കൂടുതൽ റിപ്പോർട്ട് ഓൾറെഡി ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സുരേഷ് ഗോപിക്ക് കിട്ടുകയാണെങ്കിൽ സുരേഷ് ഗോപി അവിടെ ജയിക്കാൻ പിന്നെ അഡീഷണൽ വരുന്ന ഹിന്ദു വോട്ടും കൂടെ വേണം. എന്ന് പറഞ്ഞാൽ 1,22,000 വോട്ടിന്റെ ഷോർട്ടേജ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലുള്ളൂ. ഈ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നോക്കൂ, താങ്കൾ പറഞ്ഞ 1,22,000 വോട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ 2014 അപേക്ഷിച്ച് നോക്കൂ എത്ര വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 17% വർധനവ് 2014 മുതൽ 2019-24 കാലഘട്ടത്തിൽ സുരേഷ് ഗോപി വരുത്തിയിട്ടുണ്ട്. അത്രയും വരുത്തണ്ട ഇത്തവണ. സുരേഷ് ഗോപിക്ക് ഇനി 5% കൂടി മാത്രം വോട്ട് കിട്ടിയാൽ മതി. അത് മാത്രമല്ല 1,42,000 വോട്ടായിരുന്നു 2019 ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം 11 ലക്ഷത്തിന് മേലെ പോളിംഗ് ഉണ്ട്. That's good. That's a point. 1 ലക്ഷത്തിലധികം പുതിയ വോട്ടർമാർ അവിടേക്ക് വരുന്നു. That's one point. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം 6% വർധനമെന്ന് പറഞ്ഞാൽ ഏകദേശം 60,000 മുതൽ 70,000 വരെ വോട്ട് പിടിച്ചാൽ തന്നെ അത് UDFന്റെ വോട്ട് ബാങ്കിലേക്കാണ് കടന്നു കയറുന്നതെങ്കിൽ 70,000 വോട്ട് പിടിച്ചാൽ മതി. സിമ്പിൾ. സുരേഷ് ഗോപി തൃശൂർ കേന്ദ്രീകരിച്ച് കുറച്ചു കാലമായി പ്രവർത്തിക്കുന്നു എന്നിടത്താണ് മറ്റു സ്ഥാനാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തരാകുന്നത്. 3 കൂട്ടരും